റസ്മിനെ ലാലേട്ടൻ പുറത്താക്കിയോ? റസ്മിൻ ഇജക്റ്റ് ചെയ്യപ്പെട്ടോ? അതോ 2 ആഴ്ചത്തെ നോമിനേഷനും സ്ട്രൈക്ക് കാർഡും ആണോ റസ്മിന് കിട്ടിയത്? പ്രൊമോ വന്നിരിക്കുകയാണ്. 2 ഞെട്ടിക്കുന്ന പ്രൊമോ, 2 ഡിഫറൻറ്റ് ടൈപ്പിൽ നിൽക്കുന്ന പ്രൊമോയാണ്. ഒന്നാമത്തെ പ്രൊമോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും റസ്മിനെ ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ പ്രൊമോ തൊട്ടടുത്ത് വന്നു, റസ്മിനെ കൊടഞ്ഞ് വാരി ഇട്ടിരിക്കുകയാണ്. എന്താണ് അതിനകത്ത് നടന്നതെന്ന് ആ പ്രൊമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. റസ്മിനെ പുറത്താക്കുവാണോ അതോ സ്ട്രൈക്ക് കാർഡ് കൊടുക്കുവാണോ ഡയറക്റ്റ് നോമിനേറ്റ് ആണോ ചെയ്തതെന്ന് അത് കാണുമ്പോൾ നമുക്കൊരു ഹിൻഡ് കിട്ടും. അത് ഞാൻ പറഞ്ഞു തരാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രൊമോയുടെ കാര്യം ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ആദ്യത്തെ പ്രൊമോയിലോട്ട് വരാം. അതായത് ലാലേട്ടൻ നേരെ വരുന്നു. ജാസ്മിൻ, റസ്മിൻ, എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയണ്ട. സിജോ എന്താണ് നടന്നത്? അപ്പോൾ സിജോ പറയാണ് പരാതി ഉണ്ട്, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ റസ്മിൻ്റെ പ്രവണത ഒട്ടും ശരിയായില്ല എന്നാണ് പറയുന്നത്. പരാതി ഉണ്ട് എന്നാണ് സിജോ പറയുന്നത്. അപ്പോൾ ഈ പരാതി ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു റസ്മിൻ ചീത്ത വിളിച്ച കേസ് ലാലേട്ടൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതായിരിക്കും ലാലേട്ടൻ എനിക്ക് പരാതി ഉണ്ട് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞത്. അപ്പം റസ്മിൻ്റെ പ്രവണത ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞത് ജാസ്മിൻ്റെ കേസിലായിരിക്കും. എനിവേ പള്ളു വിളിച്ചതായാലും ഈ പറഞ്ഞ പോലെ പുഷ് ചെയ്ത് അടിച്ചതായാലും രണ്ടും തെറ്റ് തന്നെയാണ്. അടുത്ത് അർജുൻ്റെ ചോദിക്കുന്നു ലാലേട്ടൻ. അപ്പം റസ്മിനാണ് തെറ്റുകാരി, ജാസ്മിൻ അല്ല തെറ്റുകാരി എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു റസ്മിൻ നിങ്ങൾ തെറ്റുകാരിയാണ്, ഐ ആം റിയലി സോറി, എനിക്ക് ഒത്തിരി വിഷമമുണ്ട്, നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ നിൽക്കുന്നതാണ് പ്രൊമോയിൽ. പക്ഷേ ലാലേട്ടൻ വിഷമമുണ്ടെന്ന് പറയുമ്പോൾ ജാസ്മിന് ഒരുമാതിരി വിഷമമാവുന്നു, റസ്മിനും വിഷമമാവുന്നു. ലാലേട്ടൻ ഇങ്ങനെ കൈ ഇങ്ങനെ, നിങ്ങൾ ആ പ്രൊമോ നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. അതുവരെ ലാലേട്ടൻ ഇങ്ങനെ നിന്നാണ് സംസാരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ലാലേട്ടൻ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പോക്കറ്റിൽ കൈ ഇട്ടിട്ട് സ്ട്രൈക്ക് കാർഡ് എടുത്ത് ഇങ്ങനെ കാണിക്കാനാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ തോന്നി, കാരണം ഇടത്തെ കൈയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കൈ പെട്ടെന്ന് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ പോക്കറ്റിൽ നിന്ന് പെട്ടെന്ന് പേഴ്സൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ആക്കുന്നുണ്ട് ലാലേട്ടൻ. നിങ്ങൾ ആ പ്രൊമോ ഒന്നുകൂടി പോയി നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ട്രൈക്ക് കാർഡ് ആണെങ്കിലല്ലേ അങ്ങനെ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇജക്ഷൻ ആണെങ്കിൽ നേരിട്ട് പറയത്തേ ഉള്ളൂ. 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ ആണെങ്കിൽ നേരിട്ട് പറയത്തല്ലേ ഉള്ളൂ. അപ്പോൾ സ്ട്രൈക്ക് കാർഡ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നലാണ് ആ പ്രൊമോ കണ്ടിട്ട്. എനിവേ എന്തായാലും നമുക്ക് നോക്കാം, കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ അപ്ഡേറ്റുകൾ കിട്ടും. അപ്പോൾ എന്തായാലും അതിലൊരു സമാധാനമായി. പക്ഷേ ആദ്യത്തെ പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഷോക്കായിപ്പോവും. സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രൊമോ മാത്രം കണ്ടിട്ട് ഞാൻ വീഡിയോ ചെയ്താൽ ഒന്നുമില്ല, ഒരു പുല്ലുമില്ല, നമ്മളെ മണ്ടന്മാരാക്കി പൊട്ടന്മാരാക്കി പ്രേക്ഷകരുടെ അഭിപ്രായത്തിന് പുല്ലുവില എന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ ചെയ്തതാണ്. വീഡിയോ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പോയപ്പോഴുണ്ട് അടുത്ത് രണ്ടാമത്തെ പ്രൊമോ വന്നിരിക്കുന്നത്. പിന്നെ അത് മൊത്തം കളഞ്ഞിട്ടാണ് വീണ്ടും വന്നത്. ആദ്യത്തെ പ്രൊമോയിൽ ലാലേട്ടൻ നേരെ വീട്ടുകാരടുത്ത് ഗസ്റ്റുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പം വീട്ടുകാരൊക്കെ അടിപൊളി, അവർക്ക് ഭയങ്കര ഹാപ്പി എന്നുള്ള ലെവലിൽ ലാലേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവണം. കാരണം ലാലേട്ടൻ പറയുന്നുണ്ട്, ലാലേട്ടൻ ഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഗസ്റ്റിനോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സാബുവും ശ്വേതയും രണ്ടുപേരും വീഡിയോ കോളിൽ വരുന്നു ഒരേ സമയത്ത്. ലാലേട്ടൻ പറയാണ് ഗസ്റ്റുകളൊക്കെ ഭയങ്കര ഹാപ്പിയാണെന്ന് അവർ പറഞ്ഞു, നിങ്ങൾ പറ ഹാപ്പിയാണോ? അപ്പോൾ സാബു പറയണേ ലാലേട്ട 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് വിട്ടത്. അവിടെ കയറി പോയപ്പോഴാണ് മനസ്സിലായത് 5 സ്റ്റാർ ഹോട്ടലല്ല, പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള അമ്മിണി ലോഡ്ജാണെന്ന്. കാരണം അത്രമാത്രം ആടി ഇടിയും ഒരു താപ്പ് തറഞ്ഞ അരപുറ വർത്താനം, ചന്ത വർത്താനങ്ങളാണ് അതിനകത്ത് നടക്കുന്നത്. അടുത്ത് ആ രീതിയിൽ സാബു പറയാണ്. അപ്പോൾ ശ്വേതയെ ചോദിക്കുന്നു. അപ്പോൾ ശ്വേത പറയാണ് ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടത് അവിടെ ഒരു പൊട്ടിത്തെറിക്കലാണ് ഞാൻ കണ്ടത്, ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല, അത് ഞാൻ കണ്ടു. അപ്പോൾ ലാലേട്ടൻ ഇവർ ഗെയിമിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്? അപ്പോൾ സാബു പറയണം അത് വേറെ ഒന്നുമല്ല, ഇവർ ഗെയിമിനെ ഇങ്ങനെ കാണാൻ കാരണം ഇവരെല്ലാം പരസ്പര ശത്രുക്കളായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കാക്കുന്നത്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. ഇതാണ് പ്രൊമോ, ആദ്യത്തെ പ്രൊമോ ഇതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്നുമില്ല, അയ്യേ ഒന്നും ചോദിക്കുകയൊന്നുമില്ലെന്ന്. ഞാൻ നിങ്ങളോടൊരു സാധനം പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റസ്മിൻ്റെ പ്രൊമോയാണ് ആദ്യം വരുന്നതെങ്കിൽ, റസ്മിനെ വഴക്ക് പറയുന്ന പ്രൊമോയാണ് ആദ്യം വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് എന്തെങ്കിലും ഈ 3 സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടക്കും. ഒന്നുകിൽ ഡയറക്റ്റ് നോമിനേഷൻ, ഇല്ലെങ്കിൽ സ്ട്രൈക്ക് കാർഡ്, ഇല്ലെങ്കിൽ ഇജക്ഷൻ. ഈ 3-ലൊരു സാധനം നടക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അത് തന്നെ സംഭവിച്ചു. ഒരു മിനിറ്റ് വ്യത്യാസത്തിലാണ് 2 പ്രൊമോസും വന്നത്. അപ്പം ആദ്യം വന്നത് ഈ പറയുന്ന റസ്മിൻ്റെ ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം റസ്മിൻ ഇന്ന് നല്ല ചൊവ്വയിൽ ലാലേട്ടൻ കൊടുക്കും. ഇജക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം അസോൾട്ടാണ്. അറിയില്ല, നോക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.